നമസ്കാരം. ആടുജീവിതം സിനിമ കണ്ട് പേഴ്സണൽ അഭിപ്രായം ചിലപ്പം പലർക്കും തോന്നിയിട്ടുണ്ടാവാം, പലരും യോജിക്കുന്നുണ്ടാവാം. കോടികൾ വാരി കൂട്ടിയിട്ടുണ്ട്. ആടുജീവിതത്തിന്റെ ഫസ്റ്റ് ഹാഫ് വരെ ഒന്നുമില്ല. എന്താ ഉള്ളത്? ആടുജീവിതം എന്ന സിനിമ നടന്നൊരു സംഭവം തന്നെയാണ്. അതൊക്കെ നമുക്ക് മാറ്റി നിർത്താം. അതിലൊന്നും നമ്മൾ അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല. അതൊക്കെ അയാൾ നേരിട്ട് അനുഭവിച്ച കാര്യങ്ങളാണ്. അതിനൊന്നും നമ്മൾ കുറ്റം പറയുന്നില്ല. ഈ സിനിമയെ കുറിച്ച് മാത്രമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ആടുജീവിതം ഞാൻ ഇന്നലെ പോയി കണ്ടപ്പോൾ ഫസ്റ്റ് പറയുകയാണെങ്കിൽ തിയേറ്ററിൽ ഒരു മനുഷ്യന്റെ മക്കളില്ല. ചെറിയ എനിക്ക് തോന്നുന്നു ഒരു 15-15ന്റെ ഉള്ളിൽ ആളുകൾ മാത്രമേ ഉള്ളൂ. അത് ഞാൻ അവിടെ ചോദിച്ച സമയത്ത് എല്ലാ ഷോന്റെ അവസ്ഥ അങ്ങനെ തന്നെ. ഒന്ന് മാത്രം നജീം ഖാൻ എന്ന ആ വ്യക്തിനോടുള്ള നമുക്ക് മാനസികമായിട്ടുള്ള ഒരു അടുപ്പം, അല്ലെങ്കിൽ അയാൾ അനുഭവിച്ച വേദന നമ്മളെ മനസ്സിന് തട്ടിയത് കൊണ്ടായിരിക്കാം നമ്മൾ എല്ലാവരും പോയിട്ട് പടം കണ്ടത്. അതിൽ അഭിനയിച്ച പൃഥ്വിരാജ് ഒരു രക്ഷയില്ല, സൂപ്പർ അഭിനയം. അതേപോലെ തന്നെ നമ്മളെ നാട്ടുകാരനായ നമ്മളെ ചെക്കൻ ഹക്കീം, ഗോകുൽ, അടിപൊളി, ഒരു രക്ഷയില്ല. ഇത്രയും മനോഹരമായിട്ട് ഇത്രയും വലിയൊരു ആർട്ടിസ്റ്റിന്റെ കൂടെ ആദ്യമായിട്ട് അഭിനയിക്കുകയാണ് നമ്മളെ നാട്ടുകാരനായ ഗൂഗിള്. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ അതിലെ കഥാപാത്രങ്ങളൊക്കെ അവർക്ക് കിട്ടിയ റോളുകളൊക്കെ ഗംഭീരമായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. തിരക്കഥ, സംഭാഷണം നമ്മളെ ഡയറക്ടർ ബ്ലെസ്സിയാണ്. പക്ഷെ ബ്ലെസ്സിയുടെ മുന്നുണ്ടായ സിനിമകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബ്ലെസ്സിയുടെ സിനിമ കാഴ്ച എന്ന സിനിമ, അതേപോലെ തന്നെ തന്മാത്ര, ഈ പടങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷെ ഇതിന്റെ ഒന്നും ക്വാളിറ്റി ആടുജീവിതത്തിന് ബ്ലെസ്സിക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. ടോട്ടലി നമ്മൾ നോക്കുമ്പോൾ ഒന്നുമില്ല. എ ആർ റഹ്മാന്റെ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ഗംഭീരം. അതേപോലെ തന്നെ ബാക്കി ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ഓക്കെ. ഈ പടത്തിന്റെ പകുതി വിജയം ഇത്രയും ലെജൻഡറി ആയ മ്യൂസിക് ഡയറക്ടറും അതേപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ചെയ്ത് റസൂൽ പൂക്കുട്ടി, ഇങ്ങനത്തെ ആളുകളൊക്കെ കൂടുതലായിട്ട് ഇതിലേക്ക് ഉൾക്കൊള്ളിക്കാൻ കാരണം ചില പടം കാണുമ്പോൾ നമ്മൾ ഒരു രക്ഷയില്ല എന്നുള്ള ആ ലെവലിൽ കഥയൊന്നും വേണ്ട, പക്ഷെ കാണുമ്പോൾ നമ്മൾ ഭയങ്കര കൈകാര്യമായിട്ടോ ചെയ്തു. ആ കഷ്ടപ്പെട്ട നജീം ഖാന്റെ കഥയായിരിക്കും. അതിനൊന്നും നമ്മൾ ഒരു കുറ്റം പോലും പറയുന്നില്ല. പൃഥ്വിരാജിനെയോ നമ്മളെ ഹക്കീമിനെയോ ഗോകുലിനെയോ അതിൽ അഭിനയിച്ച ആരും ഞാൻ കുറ്റം പറയുന്നില്ല. സിനിമ ഡയറക്റ്റ് ചെയ്തത് ബ്ലെസ്സി ആണെങ്കിൽ അത് പോരാന്ന് തന്നെ ഞാൻ പറയും. കാരണം എന്ത് കഥയുള്ളത്, എന്ത് വായിക്കാണ് ഇതിലുള്ളത് എന്ന് ചോദിച്ചാൽ എന്ത് കഥയുള്ളത്? ഫസ്റ്റ് ഹാഫിൽ എന്താ? ഫസ്റ്റ് ഹാഫില് പൃഥ്വിരാജും അമലാപ്പോളോ അവളെ കൊണ്ടുപോയിട്ട് എന്തിനാ വെറുതെ? എന്താ ഉള്ളത്? അവരെ കുറെ സീനുകൾ, അതായത് ഫാമിലി ഇരുന്ന് കാണാൻ പറ്റാത്ത കുറെ, ആരാണെങ്കിലും ഒരു ഫാമിലി ആണെങ്കിലും ഇനിയിപ്പോ ആര് പോയി ഇരുന്നാലും ഒരു ദഹിക്കാത്ത കുറെ സീന് റൊമാൻറ്റിക് ആയിട്ടുള്ള, അതിന്റെ ആവശ്യമൊന്നും ഇതിലേക്കില്ല. രണ്ടും രണ്ട് പഴംപൊരിയും മത്തിക്കറിയും പോലെ കിടക്കുക, രണ്ടും രണ്ട് വിട്ട് കിടക്കുകയാണ്. നമ്മളെ നജീം ഖാന്റെ വേദനയും അയാള് ഗൾഫിൽ പോയി കഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ അയാൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനെക്കുറിച്ചൊന്നും നമ്മൾ ചോദ്യം ചെയ്യാൻ ഞാനും ആരുമല്ല. കാരണം അയാൾ അനുഭവിച്ച വേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ഒരിക്കലും അളക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ്. അതിലൊന്നും നമ്മൾ ഈ കൈ കടത്തുന്നില്ല. അതൊക്കെ നമ്മളെ മനസ്സിൽ അയാളോടുള്ള റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതേപോലെ തന്നെ പൃഥ്വിരാജ്, ഗോകുൽ, അതിൽ അഭിനയിച്ചവരോടൊക്കെ നമുക്ക് വളരെ ഇഷ്ടം തന്നെയാണ്, ഒരു രക്ഷയില്ല. കാരണം ആ എയർപോർട്ടിലെ ആ ഒരു സീനും കാര്യങ്ങളൊന്നും ശരിക്കും അങ്ങോട്ട് ദഹിക്കാത്ത പോലത്തെ ഒരു സീൻ, പടം അങ്ങോട്ട് കേറി കിട്ടാത്ത പോലത്തെ ഒരു ഫീല് എനിക്ക് തോന്നിയാണ്. അറിയില്ല, ഇനിയിപ്പോ എന്റെ ഫീൽ അങ്ങനെയാണോ എന്ന് അറിയില്ല. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഈ പടം ഇങ്ങനെയൊക്കെ ഓടിയാൽ മതിയോ? ഈ പടത്തിന് ഇങ്ങനെ മതിയോ? ആള് പൈസ മുതലായത് കായ് മുതലായിന് അത് വേറെ പ്രശ്നം. ആ പാട്ട് സീന്റെ സ്ഥിതി എന്താ? ഒന്ന് പോയി ഇരുന്ന് കാണാൻ പറ്റും. നമ്മളിപ്പോ ഫാമിലി, അമ്മയും അച്ഛനും മക്കളും എല്ലാവരും പാടെ ആടുജീവിതാണ് ഗൾഫില് നമ്മളെ നജീം ഖാന്റെ സ്വന്തം നജീം ഖാന്റെ സീനാണെന്ന് പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാലല്ലോ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം ആ ബോറായി പോയി. പടത്തിന്റെ ലെവല് വേറെ തരത്തിൽ തരംതാന്ന് പോയി. ഫസ്റ്റ് ഹാഫില് വളരെ ക്ഷീണ പടം. ആരും ഇതിനെക്കുറിച്ച് ഒന്നും അറിയാത്ത എന്താ അറിയോ? നമ്മളെ നജീം ഖാനെ മാത്രം ആലോചിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇത്തിരി ലേറ്റ് ആയിട്ട് ചെയ്യാൻ കാരണം അത് തന്നെയാണ്. ഫ്രണ്ട്സൊക്കെ പറഞ്ഞിട്ടുണ്ട് പടം പോയി കണ്ടപ്പോ കുഴപ്പമില്ലടോ, അങ്ങനെ വലിയ സംഭവം ഒന്നുമല്ല. എന്താ ഒരു കഥ ഉള്ളത്? മരുഭൂമി കൂടെ വലിച്ചു നീട്ടി കൊണ്ടുപോവുക. ഫസ്റ്റ് ഹാഫിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളൂ, പറ്റ ക്ഷീണം. ഹാഫില് അമലപ്പോളും വിമലപ്പോളും കെട്ടി മറിയാ. എന്താപ്പോ അതിന്റെ കഥ? എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിന്റെ കമന്റ് ബോക്സിൽ ഇട്ടോളി. നിങ്ങൾക്ക് തോന്നിയ ഒരു അഭിപ്രായം. അത് നമ്മൾ പ്രതീക്ഷിച്ച ലെവലിലേക്കൊന്നും ഇല്ല. ആദ്യം ഇവര് ചിന്തിച്ചത് നമ്മള് എ ആർ റഹ്മാൻ തന്നെ ഒരു മ്യൂസിക് ഡയറക്ടറെ കൊണ്ട് ഈ ഒരു മ്യൂസിക് ചെയ്യിക്കുകയാണെങ്കിൽ എ ആർ റഹ്മാനെ മ്യൂസിക് ചെയ്യുന്നത്. കാരണം മലയാളത്തിൽ എ ആർ റഹ്മാന് മ്യൂസിക് ചെയ്യണമെങ്കിൽ എത്ര എമൗണ്ട് കൊടുക്കണം എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. ഇവിടുത്തെ മറ്റുള്ള മ്യൂസിക് ഡയറക്ടറെ വെച്ചിട്ട് ഒരു 5-6 പടം ചെയ്യും എ ആർ റഹ്മാൻ ഒറ്റ പേയ്മെന്റ് കൊണ്ട്. അതിന്റെ ക്വാളിറ്റി ഉണ്ടോ? മലയാളത്തിന് വേണ്ടി ഒരു മ്യൂസിക് ഇപ്പം ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആളുകൾ ഒന്നുകൂടി ശ്രദ്ധിക്കപ്പെടും. രണ്ടാമത് നമ്മളെ റസൂൽ പൂക്കുട്ടി ഡയറക്ഷന് സത്യം പറഞ്ഞ ഒരു 10% ഇതിൽ റോളുള്ളൂ. നിങ്ങൾക്ക് തോന്നിയില്ലേ ഫസ്റ്റ് ഹാഫിൽ? പ്രത്യേകിച്ച് പെരുന്നാളും വിഷുള്ള സമയം ഫാമിലി എന്തായാലും ഒന്ന് കേറി കഴിഞ്ഞാൽ കഴിഞ്ഞ്. ഫസ്റ്റ് ഹാഫിലൊക്കെ കഥയാ. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ് ഇത് ഞാൻ പറഞ്ഞത്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഈ ഒരു അഭിപ്രായത്തോട് ഇഷ്ടമില്ലെങ്കിൽ
നല്ല വീഡിയോ ഓഫ് ചെയ്യുക, അല്ലാതെ വേറെ ഒന്നും പറയില്ല. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറഞ്ഞെന്നുള്ളൂ. പിന്നെ ആ പെണ്ണിനെ ഒന്ന് കൊണ്ടുവരേണ്ട ഒരാവശ്യമില്ല. വേറെ ഇപ്പം എത്ര ആൾക്കാരുണ്ട്. എന്ത് നോക്കുമ്പോൾ എവിടെയെങ്കിലും ആളുകൾ ഇന്ന ആളാണ്, മ്യൂസിക് ഡയറക്ടർ ഇന്ന ആളാണ്, റസൂൽ അപ്പൊ അത് എന്തോ ഒരു മാരക സംഭവമാണ് വെച്ചിട്ട് ഒരു ദിവസം കൊണ്ട് തന്നെ ജനങ്ങൾ അടിച്ചാണ്ട് കയറൂ, പൈസയും മുതലാവും. ആ ഒരു ലെവലിലാണ് ഈ പടം വിജയിപ്പിച്ചത്. ഒരു ഭാഗം പോലും മറക്കാൻ പറ്റാത്ത ഭാഗങ്ങളോ അല്ലെങ്കിൽ ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ ഒരു രക്ഷയില്ല. ഏത് ഭാഗമാണ് നമ്മൾ എടുത്ത് പറയാൻ പറ്റും? ഒന്നും പറയാൻ പറ്റില്ല. ഒക്കെ അടിപൊളി. അങ്ങനെ പറയാനുള്ള ഒരു സംഭവം ഇതിലില്ല. ഇനിയിപ്പോ നിങ്ങളെ അഭിപ്രായം എന്റെ കമന്റ് ബോക്സ് ചെയ്തോളി. ഇനിയിപ്പോ രണ്ട് തെറി വിളിക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ ഈ അഭിപ്രായത്തിൽ തന്നെ ഉറച്ചു വെക്കൂ. ഓക്കെ, താങ്ക് യു.